ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ കൂടുതൽ രുചിയോടെ പഴുത്ത മാങ്ങയും മോരും കൂടെ വെച്ച് പഴുത്ത മാങ്ങയിട്ട് മോര് കാച്ചിയത് റെഡിയാക്കി എടുക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പഴുത്ത മാങ്ങയും തൈരും കൂടിയിട്ട് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിരുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പോർഷൻ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അത് നന്നായി ചെറുതാക്കി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ബാലൻസിലെ മാങ്ങ നമുക്ക് തൈരിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് തൈരും മാങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ആദ്യം നമുക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായി തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പെല്ലാം റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുക് ഉലുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും 1 സവാള ചോപ്പ് ചെയ്ത് വെച്ചും കൂടെ ചേർത്ത് വെക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓവറായി കളർ മാറി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. ഇതിലോട്ട് ഈ സമയം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് ഈ സമയം 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴുത്ത മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടിൽ അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും മാങ്ങയും കൂടെ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിലും ഉപ്പ് ചേർത്തിരുന്നതാണ്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. എല്ലാം കൂടെ ഒരു 2 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം തൈരും മാങ്ങയും കൂടെ അടിച്ചു വെച്ചിട്ടുള്ള മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതേ ജാറിൽ തന്നെ ഒരു 1/2 കപ്പോളം ഇളം ചൂടുവെള്ളം മിക്സ് ചെയ്ത് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കറി എത്ര ലൂസ് വേണമോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നാലും ഓവറായി കൂടിപ്പോകരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഞാനിപ്പോൾ 1/4 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങ് നല്ല മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാര ചേർക്കണം എന്ന് നിർബന്ധമല്ല. എല്ലാം കൂടെ ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ഈ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ പഴുത്ത മാങ്ങയിട്ട് മോര് കാച്ചിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് തേങ്ങയൊന്നും അരച്ചെടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.